ഇന്ന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷതയുടെ ദിവസങ്ങളിലൂടെയാണ് സഭ ധ്യാനിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 31-ാമത്തെ വാക്യം, ഉടനെ അവരുടെ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. കർത്താവിനെ അറിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവർക്ക് അപ്രത്യക്ഷനായി. അപ്രത്യക്ഷനാകുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് ക്രിസ്തുവിൻ്റെ ഭൗതിക സാന്നിധ്യമാണ് ഇല്ലാതാവുന്നത്. ആത്മീകമായ സാന്നിധ്യം, സ്പിരിച്വൽ പ്രസൻസ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അപ്രത്യക്ഷനായി എന്ന വാക്ക് യേശുവിനെ അറിഞ്ഞ എനിക്കും നിങ്ങൾക്കും, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു വലിയ ധൈര്യമാണ് നൽകുന്നത്. ഒരു വലിയ ആത്മീകമായ സാന്നിധ്യം, സ്പിരിച്വൽ പ്രസൻസ്, എപ്പോഴുമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈ വാക്ക് ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.